കാലുവേദനയാണ്, എനിക്കും കൈവേദനയാണ്. എന്താ നേതാവ് ഹബീബ് തങ്ങൾക്ക് പനി വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പനി വരുന്നു. എന്താണ് അവിടുത്തെ മഹബത്ത്? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാം ദീനമാദ്യം പ്രചരിപ്പിക്കുന്ന കാലഘട്ടം സഹാബത്ത് വളരെ കുറവുള്ള സമയമാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കഅബയുടെ അടുക്കലേക്ക് വന്നു ദീൻ പ്രചരണം നടത്തുമ്പോൾ മുശ്രിക്കീങ്ങൾ അത് ആക്രമിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വല്ലാണ്ട് മർദ്ദിക്കുന്നു. ചരിത്രം പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഷെപ്പ് പോലും കാണാത്ത രീതിയിലാണ് അന്ന് മുശ്രിക്കീങ്ങൾ മർദ്ദിച്ചത്. എന്നിട്ട് ബോധം പോയ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് കുറേ നേരം കഴിഞ്ഞതിന്റെ ശേഷമാണ് ബോധം തിരിച്ചു വരുന്നത്. ആദ്യം ബോധം തിരിച്ചു വന്നതിന്റെ ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചത്, എന്റെ ഹബീബ് എവിടെയാണ്? എന്റെ ഹബീബിന് എന്താണ് സംഭവിച്ചത്? എന്റെ ഹബീബിന് എന്ത് പറ്റി? ഒരു തുള്ളി വെള്ളം കൊടുക്കുമ്പോൾ, വെള്ളം കുടിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഹബീബിനെ കാണാതെ എനിക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല. ഹബീബിനെ കാണാതെ ഞാൻ വെള്ളം കുടിക്കൂല, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. എന്റെ ഹബീബിന്റെ അടുക്കളേക്കൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ നടക്കാൻ വയ്യാതെ വന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങള് സഹാബത്ത് അവിടത്തെ കുടുംബത്തെ ആൾക്കാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കളേക്ക് കൊണ്ടുപോകുന്നു. മുത്തുനബി തങ്ങളെ കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാണ്ട് ആശ്വാസമാണ്, വല്ലാണ്ട് സന്തോഷമാണ്. ഒരു വേദനയും ശരീരത്തിൽ കാണുന്നില്ല, ഒരു വേദനയും ശരീരത്തിൽ അനുഭവപ്പെടുന്നില്ല, വല്ലാണ്ട് ക്ലിയറാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവരുടെ മഹബ്ബത്ത് ഏതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തറിഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു അതാ തോട്ടത്തിൽ പണിയെടുക്കുന്ന അവസരത്ത് ഒരാൾ അബ്ദുല്ലാഹി ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു സഈദ്, ഹബീബ് തങ്ങൾ അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു, ഹബീബ് തങ്ങൾ വഫാത്തായി. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു രണ്ട് കൈയും മേലോട്ട് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഫഖിദ് ബസ്രി, അല്ലാഹുമ്മ ഫഖിദ് ബസ്രി. എന്റെ റബ്ബേ, എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച ഒന്നെടുത്തു തരൂ, എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച ഒന്നെടുത്തു തരൂ. ഹബീബില്ലാത്ത മദീന എനിക്ക് കാണുണ്ടോ? ഹബീബില്ലാത്ത മദീന എനിക്ക് കാണാൻ കഴിയില്ല. ഹബീബ് തങ്ങളില്ലാത്ത ഒരു സ്ഥലവും എനിക്ക് കാണാൻ കഴിയില്ല. ഹബീബ് തങ്ങളെ കാണാൻ ഇനി ഭാഗ്യമില്ലാത്ത കണ്ണുകൊണ്ട് എനിക്കൊരാളെയും കാണുണ്ടോ? ഹബീബ് തങ്ങളെ മയ്യത്ത് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് ഒരു യുദ്ധത്തിന്റെ ആവശ്യത്തിനായിട്ട് ഷാമിലേക്ക് പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തിരിച്ച് മദീനയിലേക്കില്ല. സ്വഹാബത്തിനോട് പറയുന്നു, ഇല്ല സ്വഹാബ, എന്നെ കൊണ്ട് കഴിയില്ല. ഹബീബില്ലാത്ത മദീനയിൽ എനിക്ക് നടക്കാൻ കഴിയില്ല. ഹബീബില്ലാത്ത മദീന എനിക്ക് കാണാൻ കഴിയില്ല. ഹബീബില്ലാത്ത മദീന എനിക്ക് നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിനി മദീനയിലേക്കില്ല സ്വഹാബ, നിങ്ങൾ വേണമെങ്കിൽ തിരിച്ചു പോക്കോളണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തെ വരുന്നു. അപ്പോൾ അന്ന് രാത്രി അതാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനക്ക് സ്വപ്നമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അല്ല ബിലാൽ, എന്നോട് നിനക്ക് പിണക്കമാണോ? എന്നോട് നിനക്ക് പിണക്കമാണോ? എന്താ നീ മദീനയിലേക്ക് വരാത്തത്? എന്താ നീ മദീനയിലേക്ക്
മദീനയിലേക്ക് തിരിക്കാത്തത്. ഇത് കേട്ട ഉടനതാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അപ്പം തന്നെ എഴുന്നേറ്റ് മദീനയിലേക്ക് പതിരാത്രിയിൽ യാത്ര തിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടുത്തെ മഹബ്ബത്തേതാണ്, അവിടുത്തെ മഹബ്ബത്തേതാണ്. ബഹുമാനപ്പെട്ട മാലിക് മദ്ഹബിന്റെ ഇമാം മാലിക് റളിയല്ലാഹു തആല തങ്ങള് മദീനയിൽ നടക്കുമ്പോൾ ചെരുപ്പ് ധരിച്ചില്ല. മദീനയിൽ നടക്കുമ്പോൾ വാഹനം കേറിയില്ല. ഹബീബ് നടന്ന മണ്ണിൽ എനിക്ക് ചെരുപ്പ് ധരിച്ച് നടക്കാൻ കഴിയില്ല. ഹബീബ് നടന്ന മണ്ണിൽ എനിക്ക് വാഹനത്തിൽ പോകാൻ കഴിയില്ല. എന്താണ് അവിടുത്തെ മഹബ്ബത്ത്? അവരെ പോലെ മഹബ്ബത്ത് വെൽക്കാൻ നമുക്ക് കഴിയില്ല. അവരെ പോലെ സ്നേഹം വെക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കുള്ള ഒരൊറ്റ റൂട്ടാണ് മുത്തുനബി തങ്ങളെ സ്നേഹിക്കാൻ നമുക്കുള്ള റൂട്ട്. അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് പറയലാണ്, അവിടുത്തെ പേരിൽ ധാരാളം മദ്ഹ് പറയലാണ്, അവിടുത്തെ പേരിൽ ധാരാളം സദഖ കൊടുക്കലാണ്. റബീഉൽ അവ്വലാകുമ്പോൾ അവിടുത്തെ പേരിൽ മൗലീദ് സദസ്സുണ്ടാക്കലാണ്. അതിന്റെ വിരോധിക്കുമ്പോൾ അവരോടൊരുമിച്ച് കൂടാതെ മൗലീദ് സദസ്സ് നടത്തലാണ്. ഞാനൊരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ അതാ മുത്തുനബി തങ്ങൾ പറയുമ്പോൾ കാസെടുക്കുന്ന അവസരത്ത് ഒരു സ്വഹാബി നേട്ട് ചോദിക്കുന്നു, നബിയേ, ഖിയാമത്ത് ദിവസം എപ്പ നബിയേ? ലോകമൊന്ന് അന്ത്യമാകുന്നത് എപ്പ നബിയേ? ഇത് കേട്ടപ്പോൾ മുത്തുനബി തങ്ങൾ ചോദിച്ചു, അല്ല സ്വഹാബ, എന്താണ് അതിലേക്ക് നിങ്ങൾക്ക് ധൃതിയുള്ളത്? എന്താണ് പരലോകത്തെ വിജയിക്കാൻ നിങ്ങൾ കണക്ക് കൂട്ടി വെച്ച അമലേതാണ് എന്ന് ചോദിച്ചപ്പോൾ അതാ സ്വഹാബി പറയുന്നു, ഇല്ല നബിയേ, ഞാൻ പലതും നിസ്കരിച്ചവനാണ്, സദഖ കൊടുത്തവനാണ്, നോമ്പ് നോറ്റവനാണ്. എന്നാൽ എനിക്കൊന്നും പ്രതീക്ഷിക്കാൻ ഒരു അമലില്ല നബിയേ. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അമല് അത് മുത്തുനബി തങ്ങളുടെ മേലിലുള്ള മഹബ്ബത്താണ്. ഇത് കേട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മർഉ മഅ മൻ അഹബ്ബ. നിങ്ങൾ ജീവിതത്തിൽ ആരെയാണ് സ്നേഹിക്കുന്നത്, നിങ്ങൾ ആരെയാണ് മഹബ്ബത്ത് വിൽക്കുന്നത്, നാലാഖിറത്തിൽ അവരുടെ കൂടെയാണെന്ന് ഷഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ യഥാർത്ഥ ആശിഖ്യങ്ങളിൽ നിന്നും ഏവരെയും പെടുത്തുമാരാകട്ടെ എന്ന ദുആയോട് കൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.